10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ചാപ്റ്റർ 3ൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ നോക്കിയോ. ക്വസ്റ്റൻ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ ക്വസ്റ്റനിൽ 3 കാര്യങ്ങൾക്കുള്ള റീസൺസ് ആണ് എഴുതാൻ പറയുന്നത്. ഒന്നാമത്തെ എന്താ, വിന്റർ സീസണിൽ നോട്ട് ജനറലി എക്സ്പീരിയൻസിങ് ഇക്കറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ. ശൈത്യകാലം ഇവിടെ സാധാരണ അനുഭവപ്പെടുന്നില്ല. എന്താണുള്ള റീസൺ? ബിക്കോസ് സൺറൈസ് ആർ ഫോളിംഗ് വേർട്ടിക്കലി ഓവർ ദിസ് റീജിയൻ ആൻഡ് ദിസ് ഓൺ എക്സ്പീരിയൻസിങ് more than 27 degrees Celsius temperature all over the year. അതായത് സൂര്യരശ്മി ലംബമായി പതിക്കുന്ന ഇവിടെ താപനില 27 ഡിഗ്രിയിലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നില്ല? ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല. കൺവെക്ഷൻ റെയിൻഫോൾ ഒക്കെ ക്വൈറ്റ് ആഫ്റ്റർനൂൺ ഇൻ ദിസ് റീജിയനിൽ, അതായത് ഉച്ച കഴിഞ്ഞ് പലപ്പോഴും സവ്വാഹമായി പെയ്യാറുണ്ട് അല്ലെ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റർ എയർ എക്സ്പാൻസ് റൈസപ്പ് ആണ് അല്ലെ. ചൂടായ വായു എന്ത് ചെയ്യാണ്? വികസിച്ച് മുകളിലേക്ക് ഉയരാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കുന്നു? കൺവെക്ഷൻ റെയിൻഫോൾ അഥവാ സംവഹനമായി നടക്കുന്നു. ദ ഫ്ലോറ ത്രൈസ് അബൻഡന്റ്ലി, സസ്യജാലങ്ങൾ സമൃദ്ധമായി വളരുന്നു. കാരണം എന്താണ്? ഇവിടേക്ക് നല്ല രീതിയിൽ റെയിൻഫോൾ അഥവാ മഴ ലഭിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ എന്ത് വളരുന്നു? സസ്യജാലങ്ങൾ വളരുന്നു. മറ്റൊരു ക്വസ്റ്റൻ നോക്കിയോ. എന്താണ് ലങ്സ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? ഇവിടെയുള്ള റെയിൻ ഫോറസ്റ്റ് എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും വലിയ എമൗണ്ടിൽ ഓക്സിജൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ എന്ത് വിളിക്കുന്നത്? ലങ്സ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ A+ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക.